ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിളവെടുപ്പ് കണ്ടോ? മാങ്ങാപ്പഴവും പിന്നെ സപ്പോട്ടയും, ഇല്ല മുഴുത്ത സപ്പോട്ടയുണ്ട്. ഈ മാവിന് മാങ്ങയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ അത് വിണ്ട് കീറുന്നു, പൊട്ടിക്കീറുന്നു. എന്താണെന്ന് അറിയത്തില്ല. ബോറോണിൻ്റെ കുറവാണ്, കൂടുതലാണ്. ഞങ്ങളിവിടെ മൈക്രോ ന്യൂട്രിയൻ ചേർക്കുന്നുണ്ട്. ജൈവസ്ലറി ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് ഇടുമ്പോൾ ആ കൂടെ മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഇടുന്നുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ പൊട്ടിക്കീറുന്നുണ്ട്. ഈ മൈക്രോ ഫുഡ് ചേർക്കുന്നതിൻ്റെ കൂടുതലോ കുറവാണോ ഒന്നും അറിയത്തില്ല. കൂടുതലായാൽ ഉണ്ടോ, വിണ്ട് കീറി അങ്ങ് പൊട്ടുക. എന്താണെന്ന് നേരം കമൻറ്റ് ചെയ്യണേ. ബോറോണിൻ്റെ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ. ഇത്രയും ദിവസം പൊട്ടലില്ല, ഇപ്പം പൊട്ടുന്നുണ്ട്. കവറിട്ടില്ലേലും പൊട്ടും. ഇത് പൊട്ടിയിട്ടില്ല കേട്ടോ, ഇത് നല്ല. കണ്ടോ, ഇങ്ങനെ പൊട്ടിയിട്ട് കേടാവുകയാണ്. ബോറോണിൻ്റെ കുറവായിരിക്കല്ലേ കൂട്ടുകാരെ. ബോറോൺ കൂടിയാലും പൊട്ടുമെന്ന് പറയുന്നേക്കാം. പക്ഷേ ഞങ്ങൾ അതിൽ മൈക്രോ ന്യൂട്രിയൻ എന്ന മൈക്രോ ഫുഡാണ് ചേർത്തത്. ഇത് കണ്ടോ, സപ്പോർട്ട, നല്ല മുഴുത്ത സപ്പോർട്ട. അങ്ങനെ മാങ്ങയും സപ്പോർട്ടയും ഇന്ന് വിളവെടുത്തു. ഒന്ന് 2 പൊട്ടിക്കീറി കിട്ടി കേട്ടോ. ഇതാ മൈക്രോ ഫുഡ്. പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഉണ്ടാക്കുമ്പോഴേ അത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. മൈക്രോ ഫുഡ് 5 ഗ്രാം. ഇവിടെയാണ് സ്ലറി ഉണ്ടാക്കുന്നത്, ഈ ബക്കറ്റിൽ. ഉണ്ടോ, നല്ല മാങ്ങ അല്ലേ. ഇത്ര സപ്പോർട്ടും കിട്ടി. കണ്ടോ, ഇങ്ങനെ വര വീണ പൊട്ടിക്കീറുകയാണ്. നല്ല വെയിറ്റുള്ള മാങ്ങ ആയിരുന്നു. ഇതിന് കേട്ടില്ല. കണ്ടോ, ഇതാ സപ്പോർട്ട. കണ്ടോ, നല്ല മുഴുത്ത ബനാന സപ്പോർട്ട എന്ന് പറയും. ചിലർ പറയും ബനാന സപ്പോർട്ട അല്ലെന്ന്, ചിലർ പറയും ബനാന സപ്പോർട്ടാന്ന്. എന്താണേലും ബനാന സപ്പോർട്ടാന്നും പറഞ്ഞ് മേടിച്ച. കണ്ടോ, കൊലയായിട്ട് ഉണ്ടാകും. കുറേ മൂത്തിട്ടുണ്ട്, അതുകൊണ്ട് പറിച്ച് വെച്ച് പഴിപ്പിക്കാം. എന്നിട്ട് സപ്പോർട്ട ഇത് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം. ടർക്കി ടവൽ വെച്ച് ഉണങ്ങിയിട്ട് വേണം പഴുക്കാൻ. കരിക്കകത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ടർക്കി ടവൽ പൊതിഞ്ഞ് വെച്ചാൽ മതി, പേപ്പറിലങ്ങനെ. ഉണ്ടോ, നല്ല മുഴുപ്പുണ്ട്, നല്ലപോലെ മൂത്ത് വിളഞ്ഞ. അത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത്ര മാങ്ങ കിട്ടി. ചിലർ വീഡിയോ പറയുന്നേക്കാം ബോറോണിൻ്റെ കുറവും കൂടുതലും കൊണ്ട് ഇങ്ങനെ പൊട്ടുമെന്ന്. അതുകൊണ്ട് ചോദിച്ചാണ്, അറിയാവുന്നവർ പറയണേ. ഇതും പൊട്ടി. കുറേ മാങ്ങ അങ്ങനെ പൊട്ടുന്നുണ്ട്.
ഇനി കവറിട്ടിട്ടാണെന്ന് ഓർത്തുന്നു. ഇന്നിപ്പോൾ അത് കവറിടാത്തും പൊട്ടുന്നുണ്ട്. പഴുക്കാനൊക്കെ താമസം. എന്നാൽ പഴുക്കാൻ തുടങ്ങിയ പിന്നെ പെട്ടെന്ന് എല്ലാം പഴുക്കുകയും ചെയ്യും. അപ്പോഴെങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. വളം കൂടിപ്പോയതാണോ കുറഞ്ഞാണോ ഇതിൽ? ബോറോൺ ഇട്ടിട്ടില്ല, പക്ഷേ മൈക്രോ ഫുഡ് എന്ന് അത് കിട്ടും. മൈക്രോ ഫുഡ്, മൈക്രോ ന്യൂട്രി. ഇതിലാണ് പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് സ്ലറി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെറിയ ബക്കറ്റിൽ ശേഖരിച്ചിട്ട് വലിയ ബക്കറ്റിൽ കൊണ്ടിടും. കഴുകിയിട്ട് നമുക്ക് അത് അരിക്കകത്ത് വെക്കാം, വെള്ളം വലിഞ്ഞിട്ടേ. ഇത്രയും വെയിറ്റുള്ള പൊട്ടിപ്പോയാൽ പിന്നെ കേടായ പിന്നെ തന്നെ അയ്യല്ലേ. എല്ലാത്തിനും വളമിട്ട് കൊടുത്തായിരുന്നു നല്ലപോലെ. സപ്പോട്ടയ്ക്കും മാവിനും എല്ലാം വളമിട്ട് കൊടുത്തു. പഴുക്കുമ്പോൾ പറിച്ചില്ലെങ്കിൽ സപ്പോട്ടയൊക്കെ കിളി കൊത്തിക്കൊണ്ട് പോവുകയും. എന്നിട്ട് പഴുക്കുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ സപ്പോട്ട പറിച്ച് വെച്ച് പഴുപ്പിക്കുക. സപ്പോട്ട ചിക്കു ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ്. മധുരം ഇടുന്ന പാല് തിളപ്പിച്ച് അരച്ച് മിക്സിക്കകത്തിട്ട് അടിച്ച ചിക്കു ജ്യൂസായി. സപ്പോട്ടയും പാലും കൂടെ ചേർത്താൽ മതി. ഇതാണ് മൈക്രോ ഫുഡ്. കണ്ടോ? താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.